വത്തിക്കാൻ അംഗീകാരമുള്ളതും സർക്കാർ അംഗീകരിച്ചിട്ടില്ലാത്തതുമായ വെൻസോ രൂപതയിലെ മെത്രാൻ മോൺസിഞ്ഞോർ ഷാവോ സുമിൻ അകാരണമായി തടങ്കലിൽ. 2011 വത്തിക്കാന്റെ അംഗീകാരത്തോടുകൂടി നിയമിതനായ മെത്രാന്റെ പദവി അംഗീകരിക്കാൻ കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതിന്റെ പേരിൽ നിരവധി തവണ തടങ്കിലായ വ്യക്തി കൂടിയാണ് ബിഷപ്പ് പീറ്റർ ഷാവോ. അതേസമയം നിലവിലെ സാഹചര്യങ്ങൾ ആശാവഹമല്ലെന്നും ഒരുപക്ഷെ അദ്ദേഹം ദീർഘനാൾ തടവിലാക്കപ്പെടുമെന്നുമാണ് വിവിധ റിപ്പോർട്ടുകൾ. ഇതിനിടെ വിശ്വാസികളെ ആശങ്കയിലാഴ്ത്തി ബിഷപ്പിനെ എവിടെയാണ് തടവിലാക്കിയിരിക്കുന്നതെന്നതും അജ്ഞാതമാണ്. കിഴക്കിന് ജെറുസലേം എന്നറിയപ്പെടുന്ന നഗരത്തിലെ തിരുനാൾ അവസരങ്ങളിൽ പൊതുവായ ദിവ്യബലി അർപ്പിക്കുന്നതിൽ നിന്ന് ബിഷപ്പിനെ തടഞ്ഞുകൊണ്ട് കസ്റ്റഡിയിലെടുക്കുക പതിവായിരുന്നു. എന്നാൽ ഈ വർഷം പതിവിലും വ്യത്യസ്തമായി ക്രിസ്തുമസിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഡിസംബർ 16 സുരക്ഷാ സേന അദ്ദേഹത്തെ കൊണ്ടുപോയി 2 ദിവസങ്ങൾക്ക് ശേഷം വിട്ടയച്ചു. ഡിസംബർ 24, 25 തീയതികളിൽ ക്രിസ്മസ് കുർബാന ആഘോഷിക്കുന്നതിൽ നിന്ന് തടയാൻ അദ്ദേഹത്തെ തൈഷൂൺ കൗണ്ടിയിൽ കൊണ്ടുപോയി. വൈകാതെ പുതുവർഷത്തിലും തടവിലാക്കുകയായിരുന്നു. 6 ദിവസങ്ങൾ പിന്നിട്ടെങ്കിലും മെത്രാനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. നിലവിൽ ചൈനയിലെ ഔദ്യോഗിക സഭ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായി പ്രവർത്തിക്കുന്ന സമൂഹമാണ്. പാട്രിയോട്ടിക് കത്തോലിക്ക സഭ എന്നാണ് ഈ സമൂഹം അറിയപ്പെടുന്നത്. വത്തിക്കാൻ അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ഭൂഗർഭ സഭയും രാജ്യത്തുണ്ട്. ചൈനയിലെ സർക്കാർ അംഗീകൃത പാട്രിയോട്ടിക് സഭയും വത്തിക്കാന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്ന അധോ സഭയും തമ്മിൽ ഐക്യപ്പെടുത്തുന്നത് സംബന്ധിച്ച് 2018 സെപ്റ്റംബറിൽ കരാർ പ്രാബല്യത്തിൽ വന്നിരുന്നു. എന്നാൽ കരാറിന് ശേഷവും രഹസ്യസഭയിലെ വിശ്വാസികളും വൈദികരും സർക്കാർ അംഗീകാരമുള്ള സഭയുടെ ഭാഗമാകാൻ നിർബന്ധിതരാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് കീഴിൽ ക്രൈസ്തവർ കൊടിയ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത്.